കൊല്ലം കിളികൊല്ലൂർ സ്റ്റേഷനിൽ മർദ്ദനത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവിട്ട് പോലീസ്. വാക്കുതർക്കത്തിനിടെ പോലീസുകാരനാണ് ആദ്യം സൈനികന്റെ മുഖത്ത് അടിക്കുന്നത്. സൈനികൻ പ്രതിരോധിക്കുന്നതും ഇരുവരും താഴെ വീഴുന്നതും ദൃശ്യങ്ങളിലുണ്ട്. മണിക്കൂറുകളോളം ഇടിമുറിയിലിട്ട് ക്രൂരമായി മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങൾ കൂടി പോലീസ് പുറത്തുവിടണമെന്ന് പരാതിക്കാരനായ വിഘ്നേഷ് ആവശ്യപ്പെട്ടു. കേസിൽ 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തുവെങ്കിലും 5 പേർക്കെതിരെ അന്വേഷണം വൈകുകയാണ്. ഓഗസ്റ്റ് 25-ന് കിളികൊല്ലൂർ സ്റ്റേഷനിലെ മർദ്ദന ദൃശ്യമാണിത്. സ്റ്റേഷന് പുറത്തുവെച്ച് വിഘ്നേഷിനോടും സൈനികനായ വിഷ്ണുവിനോടും തർക്കമുണ്ടാക്കിയ ASI പ്രകാശ് ചന്ദ്രൻ തന്നെയാണ് കുഴപ്പങ്ങൾക്ക് തുടക്കമിടുന്നതെന്ന് വ്യക്തം. ടീഷർട്ട് ധരിച്ച ASI പ്രകാശ് ചന്ദ്രൻ സൈനികനായ വിഷ്ണുവിനെയാണ് ആദ്യം മുഖത്ത് അടിക്കുന്നത്. വിഷ്ണു തിരിച്ചടിക്കുകയും വിഷ്ണുവും പ്രകാശ് ചന്ദ്രനും പിന്നീട് താഴെ വീഴുന്നതുമാണ് ദൃശ്യത്തിലുള്ളത്. പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയില്ലെന്ന് വരുത്താൻ പോലീസ് തന്നെ പുറത്തുവിട്ടതാണ് ഈ വീഡിയോ. യുവാക്കൾ സ്റ്റേഷനെ ആക്രമിച്ച് പോലീസുകാരെ പരിക്കേൽപ്പിച്ചെന്ന പോലീസിന്റെ വാദവും ഇതോടെ പൊളിഞ്ഞു. സഹോദരനെയും തന്നെയും വിലങ്ങുവെച്ച് ഇടിമുറിയിലിട്ട് മണിക്കൂറുകളോളം മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങൾ കൂടി പോലീസ് പുറത്തുവിടണമെന്നാണ് വിഘ്നേഷ് ആവശ്യപ്പെടുന്നത്. FIR ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താ? സ്റ്റേഷനിൽ യൂണിഫോമിൽ റിപ്പോർട്ട് എഴുതിക്കൊണ്ടിരുന്ന പാവം മനുഷ്യനാണ് ഈ പ്രകാശ് ചന്ദ്രൻ. ഈ മനുഷ്യൻ റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനും എൻ്റെ ചേട്ടനെ കൂടെ എനിക്ക് പ്രതികളെ കാണുമ്പോൾ പൊക്കി തറയിലിട്ട് സ്റ്റൂൾ എടുത്ത് തലയടിച്ചു പൊട്ടിച്ചു, കയ്യിലുണ്ട് ഇടിവള കൊണ്ട് നെറ്റി ഇടിച്ചു പൊട്ടിച്ചു എന്നൊക്കെയല്ലേ നിങ്ങൾക്ക് ഉൾപ്പെടെ ഇവർ പറഞ്ഞു തന്നെ. ഇതൊക്കെ ആ വീഡിയോക്കകത്ത് എന്തി? വള ഊരി ഇടിക്കുന്നത് എന്തി? കുനിച്ചു നിർത്തി ഇടിക്കുന്നത് എന്തി? സ്റ്റൂൾ എടുത്ത് തലയടിക്കുന്നത് എന്തി? കസേരയിൽ നിന്ന് പൊക്കി എടുക്കുന്നത് എന്തി? ഇതൊക്കെ ഉത്തരം അവർ പറയണ്ടേ? മർദ്ദന പരാതിയിൽ ജില്ലാ DCRB SCPയുടെ അന്വേഷണം തുടരുകയാണെങ്കിലും ആരോപണ വിധേയരായവർ ഇപ്പോഴും ജോലിയിൽ തുടരുന്നു. 4 പേർ മാത്രമാണ് സസ്പെൻഷനിലായത്. ഡോക്ടറാണെന്ന വ്യാജേന സ്റ്റേഷനുള്ളിലെ മുറിയിലെത്തി മർദ്ദിച്ച ASI ലഗേഷ് കുമാർ, അസഭ്യം പറഞ്ഞ് ജീവൻ അപകടത്തിലാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ASI ഓമനക്കുട്ടൻ എന്നിവർക്കെതിരെ ഇതുവരെയും അന്വേഷണം ഉണ്ടായിട്ടില്ല. ബിനോയ് രാജൻ, മനോരമ ന്യൂസ്, കൊല്ലം.